അതിലുപരിയായി ഞങ്ങൾ അവിടുത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുക ഈ അന്ത്യനാളിൽ. അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന മക്കളുടെ കാര്യങ്ങൾ ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. ഒരുക്കം അതിലുപരിയായിട്ടുള്ള കർത്താവിന്റെ വരവിന് വേണ്ടി എടുക്കപ്പെട്ട മണവാട്ടി സഭയെ എടുക്കുമ്പോൾ ഒരുക്കമുള്ളവരായ വിശുദ്ധിയുള്ളവര് അവിടുത്തെ നിസ്കരിക്കപ്പെട്ടു പോകാൻ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതോതിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തിൽ കൊണ്ട് ഇറങ്ങിയപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെടുക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവര് കർത്താവിനെ എഴുന്നേക്കാൻ രൂപാന്തരപ്പെട്ട് ആകാശമേഘങ്ങളിൽ കടന്നു പോകും, മധ്യാകാശത്തിൽ പാർക്കും. പിന്നെ കർത്താവ് രാജാവായിട്ട് വരും. ഇപ്പോൾ മണവാളനായിട്ടാണ് മുമ്പ് രക്ഷകനായിട്ടാണ് വന്നത്. അതിനെ കോടാനുകൂടി അറികൾ അറിയുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പഠിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നത്. ഇത് അറിയാമെങ്കിലും അത് അറിയാത്തവരെ പോലെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തിൽ ഇന്നുമുണ്ട്. അതുകൊണ്ട് കർത്താവ് വരാൻ താമസിക്കുന്നത് അവരിൽ കൂടെ ചിലരെ കൂടെ കർത്താവിലേക്ക് ആദായപ്പെടുത്താനല്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ പോക്കിലും വരവിനും ഒക്കെ കൂടെയും സഹായിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് അടിയന് കുഞ്ഞുങ്ങളുമായിട്ടിവിടെ വന്ന സഹോദരിയെ കാണാനിടയായത്. അതിനായിട്ട് നല്ല സഹോദരങ്ങളായിരിക്കുമ്പോൾ വീണ് പ്രയാസം അനുഭവിച്ചു എന്ന് വരാൻ ഇടയാക്കി ആവശ്യപ്പെടുത്തേക്ക് കരമേൽപ്പിക്കുകയാണ്. ഭവനത്തിലേക്ക് പോകുന്നു. ആഗമനത്തിൽ അവിടുന്ന് പരിപാലിച്ച് സൂക്ഷിച്ചുകൊള്ളണമേ. ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ.